ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഐഫോണാണ് ഉപയോഗിക്കുന്നത്. 2012-13 സമയത്താണ് എനിക്ക് ആദ്യമായിട്ടൊരു ഐഫോൺ 4S കിട്ടുന്നത്. അത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ iOS എന്ന് മാറിയിട്ടില്ല. ഞാനിങ്ങനെ എപ്പോഴും ഇറങ്ങുന്ന എല്ലാ കൊല്ലവും ഐഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാനൊരു 1-2 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാറ്. ഈ 2012 മുമ്പ് വരെ ലൈഫിൽ ഒരുപാട് ഈ ആൻഡ്രോയിഡിൽ ഇറങ്ങുന്ന എല്ലാ ബ്രാൻഡിൻ്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണും വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഓക്കെ, അതിൽ നിന്നൊരു മോചനം കിട്ടിയത് iOSലേക്ക് വന്നു. അപ്പോൾ എനിക്കിതൊരു കംഫർട്ട് സോണായി. ഇത് പേഴ്സൺ ടു പേഴ്സൺ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ന്യൂസ് കാണാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ എൻ്റെ കോണ്ടൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടൻറ്റുകൾ, സിമിലർ സാധനങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ആളുകൾ അയച്ചിരുന്നൊക്കെ റെഫർ ചെയ്ത് നാളത്തെ ഒരു കണ്ടൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഇതാണല്ലോ എൻ്റെ ജോലി. അതൊരു സൈഡിൽ ഞാൻ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് സൈഡിൽ സിനിമയ്ക്കൊപ്പം തന്നെ കാണുന്നതാണ് ടെക് ചാനലുകൾ. ഇവിടുത്തെ മലയാളത്തിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ടെക് ചാനലുകളും കാണും. ലോകത്തിറങ്ങുന്ന എല്ലാ ടെക്നോളജിയിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെക്കുറിച്ചും വാച്ചുകളെക്കുറിച്ചും വണ്ടികളെക്കുറിച്ചിട്ടൊക്കെ ഒരു അറിവ് എനിക്ക് പേഴ്സണലി വേണമെന്നുള്ളതുകൊണ്ട് എന്നെപ്പോലെ ചിലപ്പോൾ ചിന്തിക്കുന്നവരുണ്ടാവും, ടെക് ചാനൽസ് കാണുന്നവരുണ്ടാവും. ഇപ്പോൾ 2025 എൻ്റെ യൂട്യൂബ് മെമ്മറീസിൽ എനിക്ക് വന്ന സമയത്ത് തന്നെ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കാറിൻ്റെ റിവ്യൂ, ബൈക്കിൻ്റെ റിവ്യൂ, അതിൻ്റെ ചാനലുകൾ, ഫോൺ റിവ്യൂസ്, ഇയർഫോൺ റിവ്യൂസ്, വാച്ച് റിവ്യൂസ്. ഇതാണ് ഞാൻ ബേസിക്കലി എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഞാനിപ്പോൾ 1-2 ദിവസമായിട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ട്. മലയാളത്തിലെ ടെക് റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ ചെറിയൊരു ഒരു ഇഷ്യൂ എന്നൊന്നും പറയാനില്ല, എന്നാലും ഒരു ചെറിയൊരു ഐറ്റം നടക്കുന്നുണ്ട്. ഇന്നലെ ഉബൈദ് അത് ട്രോളാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രതാപ് ജി ടെക്കും ഷസാം ഇതിൽ പ്രത്യക്ഷത്തിൽ പ്രതാപിനെ പേര് പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. പ്രതാപും ഷസാമിനെ പേര് പറഞ്ഞ് അങ്ങനെ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതാപ് S26 അൾട്രയുടെ ഒരു സംഗതി വെച്ച് ഷാസിനെ ഇമിറ്റേറ്റ് ചെയ്തൊരു ഐറ്റമാണ് ഇവിടെ ചർച്ചയാവുന്നതും ട്രിഗർ ആവുന്നതും. ബൈ ദ വേ, ഞാൻ എഗെയിൻ ഈ കണ്ടൻറ്റ് തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നു, ഞാനൊരു വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഷാസിൻ്റെ ചാനൽ ഞാൻ കാണാറുണ്ട്, പ്രതാപിൻ്റെ ചാനൽ ഞാൻ കാണാറുണ്ട്. ഷാസിൻ്റെ ഞാൻ കുറച്ചും കൂടി അധികം കാണാറുണ്ട്. ബിക്കോസ് ഷാസിൻ്റെ പ്രസൻറ്റേഷനും ഷാസ് പറയുന്ന കാര്യങ്ങളോടും കൂടിയാണ് ഞാൻ കുറച്ചധികം കണക്റ്റ് ആവുന്നത്. എനിക്കത് കുറച്ചും കൂടി ഒരു ഏർത്ത്ലി സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ റിവ്യൂയുടെ കേസിൽ നമുക്ക് ഇപ്പോൾ ഇവർ രണ്ടുപേരും ചാനൽ ഞാൻ എങ്ങനെ കമ്പയർ ചെയ്യുന്നറിയോ? ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കോക്ക് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, ഉണ്ണി ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കോക്ക് കുറച്ചും കൂടി സാധാരണക്കാർക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനാണ്. ഉണ്ണി കുറച്ചും കൂടി മറ്റേ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു വീഡിയോസാണ് ചെയ്യാറ്. സെയിം അതേപോലത്തെ ഒരു വൈബാണ് ഈ രണ്ട് ചാനൽ തമ്മിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. പ്രതാപ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു സാധനം എടുത്തു വെക്കുന്നു, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഇങ്ങനെ അക്കമിട്ട് നിരത്തി ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതി അത് കൃത്യമായിട്ട് ഇന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകും. ഷാസ് ഇതേ സാധനങ്ങൾ തന്നെ പറയും. പക്ഷേ ഷാസ് കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ ഫോണിൽ ഇരുന്ന് വീഡിയോ കാണുമ്പോൾ നമുക്കൊരു അളിയാ മച്ചാ വൈബിൽ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ കാണാം, എന്നാൽ സാധനവും മനസ്സിലാവും, കാര്യം മനസ്സിലാവും. ഇതാണ് ഷാസിൻ്റെ വീഡിയോ എന്ന് എനിക്ക് കിട്ടില്ല. എനിക്ക് അതാണ് കുറച്ചും കൂടി കണക്റ്റ് ആവുന്നത്. ഇനിയല്ല, എനിക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പിച്ച് പെർഫെക്റ്റ്, അതായത് ഇങ്ങനെ ഇഞ്ച് ബൈ ഇഞ്ച് അങ്ങനെ ഒരു അനലൈസിങ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി ചാനലുകൾ, അത് ഇംഗ്ലീഷ് ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് കണ്ടിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ സംഗതികളുടെ തുടക്കം വരുന്നത് പ്രതാപ് ജി ടെക്കിൽ പ്രതാപ് നത്തിങ് ഫോണിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ അതിനകത്ത് ഷാസിനെ റെഫറൻസ് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നത്തിങ് ഫോൺ 4A. ഈ ഒരു ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പ്രോസ് ആൻഡ് കോൺസ്, അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ നത്തിങ്ങിൻ്റെ ഫോണുകൾക്ക് ഒരുപാട് പേര് ഫാൻസ് ഉണ്ട്, നല്ല ഫോണുകളാണവ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. എന്തായാലും ഈ ഫോണിൻ്റെ ഓരോ സെക്ഷനിലെയും പോരായ്മകളും നല്ല വശങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറയും. കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഷെയർ ചെയ്യുക, അല്ല അവർക്ക് മനസ്സിലാവണമല്ലോ. എന്തായാലും ഇതിൽ കോമൺ ആയിട്ട് ലൈക്ക് ഷെയറുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം, ഈ നെഗറ്റീവ് നമ്മൾ കൃത്യമായിട്ട് എല്ലാ സെക്ഷനും പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായിട്ട് പറയും എന്ന് പറയുമ്പോൾ ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്യില്ല ഇനി നത്തിങ്ങിൻ്റെ ഫോണുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഈ സാധനത്തിൻ്റെ വീഡിയോ S26 അൾട്രയുടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളിത് വീഡിയോ ചെയ്യാതെ ഉപേക്ഷിച്ചാലേ ബ്രാൻഡ് പാഠം പഠിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബ്രാൻഡ് പാഠം പഠിക്കില്ല. കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ അപ്പുറത്ത് 1000 പേര് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിങ്ങളുടെ ചെയ്യുകയും ചെയ്യും, നിങ്ങൾ കാണുകയും ചെയ്യും. തീരുമാനം നമ്മുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ഈ ഫോൺ വീഡിയോ ചെയ്യണം. പ്രതാപ് ജി ടെക്കിൽ S26 അൾട്ര, നത്തിങ് ഫോൺ 4A എല്ലാം വരണം. ഇതിൻ്റെ പോരായ്മകൾ നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കണം, ഇത് പോരായ്മകളുണ്ട്, ഇത് നമുക്ക് പറ്റില്ല, ഇത്രയും പൈസയ്ക്ക് ഇത് മുതലല്ല എന്ന് കണ്ട് നിങ്ങളത് ഒഴിവാക്കുമ്പോൾ ബ്രാൻഡ് പാഠം പഠിക്കും. കാരണം കച്ചവടം ഇല്ലാണ്ടായ
പണി താനെ പഠിച്ചോളൂ അവർ. അപ്പം നിങ്ങളുടെ തീരുമാനമാണ് വിധി എഴുതുന്നത്, ഞാനല്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു, കാരണം ടെക് ചാനലാണ്, അവിടെ ഇതെല്ലാം കവർ ആവണം. നല്ലതും മോശവും കവർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഷാസിനൊരു കൈൻഡ് ഓഫ് പറയാതെ ഷാസിൻ്റെ മാനറിസം, ഷാസിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനൊക്കെ വെച്ചിട്ട് പ്രതാപ് ജീട്ടൊക്കെ എന്ത് ചെയ്തത്, ഈ നത്തിങ് ഫോണിൻ്റെ റിവ്യൂവിനിടയിൽ S26 പൊക്കി പിടിച്ച് പറഞ്ഞ സംഗതി. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഓബിയസ്ലി ഇപ്പോൾ പ്രതാപ് ജീട്ടൊക്കെ വന്നിട്ട് ഇതിൽ ഷസാമെ എന്ന് വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഉള്ളത് ഷസാമിനാണ്. അപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന വ്യൂവർഷിപ്പ് പൊട്ടന്മാരൊന്നുമില്ലല്ലോ, അവർക്ക് അങ്ങനെ മനസ്സിലാവും. അവരങ്ങനെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു കമൻറ്റിന് കൃത്യമായിട്ട് കൊടുത്തു ഷസാമിന് കൊടുത്തു എന്നൊരു കമൻറ്റ് ഇട്ടപ്പോൾ അതിനിടയിലുണ്ട് അത് കമൻറ്റ് ബേസ് ചെയ്താണ് പറഞ്ഞത് ഈസ് എ ഗുഡ് ആൻഡ് ജെൻറ്റിൽ ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമൻറ്റ് ഇയാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രതാപ് ഓക്കെ ഷസാമിനെ തന്നെയാണ് ഇവിടെ റെഫറൻസ് വെച്ച് സംസാരിച്ചത് എന്നുള്ളത്. ഇനി ഷാസ് ചെയ്ത വീഡിയോ, ഏത് വീഡിയോ ആണോ പ്രതാപിന് ട്രിഗർ ആയത്, ആ വീഡിയോ കണ്ടിട്ടാണ് പ്രതാപ് ഇവിടെ വന്നിട്ട് S26 സാധനം ഇനി ഞാൻ ഈ ബ്രാൻഡ് ചെയ്യില്ല, ബ്രാൻഡ് ഈ സംഗതി ട്രിഗർ ആവാൻ കാരണം, അല്ലെങ്കിൽ പ്രതാപ് ഇതിങ്ങനെ പറയാൻ കാരണം ഉണ്ടായ ഷാസിൻ്റെ വീഡിയോ കൂടി വെച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറയാം. അതേപോലെ സാംസങ് ഗാലക്സി S26 കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിലേതെങ്കിലും ഒരു ഫോണിൽ എക്സിനോസ് 2600 വരെ ചിപ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. മിക്കവാറും അത് സാധാ S26 നമ്മളെല്ലാവരും വിചാരിച്ച് ആപ്പിളിനെ കോപ്പി അടിച്ചുകൊണ്ട്, ഇപ്പോഴും സാംസങ് മറ്റേ ഈ ആപ്പിൾ കുളത്തിച്ചാടിയ സാംസങ് കൂടെ ചാടുന്നത് പോലെയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ആ ഫ്രണ്ട് സെൽഫി ക്യാമറ മാറ്റുമായിരിക്കും, ബിക്കോസ് ആപ്പിൾ മാറ്റിയല്ലോ, മാറ്റൂലാന്ന്. 12 മെഗാപിക്സലാണ്, ആ സെയിം സെൻസർ നന്നാവാൻ യാതൊരു, ഞാൻ പറയാം സാംസങ്ങിന് അഹങ്കാരം കുറച്ച് കയറിയിരിക്കുകയാണ്. ഏത് കുറേ പൈസക്കാരന്മാർ ഫോൾഡ് മേടിക്കണതിൻ്റെ അഹങ്കാരം. അണ്ണാ തറ വീഴും കേട്ടാ. ഇങ്ങനത്തെ കൊണയാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല S26 ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. S26 ആയിക്കോട്ടെ അൾട്ര ആയിക്കോട്ടെ ഒരു ചേഞ്ചും ഇല്ലാതെയാണ് കൊണച്ച ഫോൺ അവന്മാർ ഇറക്കാൻ പോണത്. വെറുതെ കണ്ണി പൊടിയിടലിൻ്റെ ഗ്യാസും പറഞ്ഞിട്ട് കുറച്ചെന്തോ ഒരു ഡിസൈൻ ചേഞ്ച് പറഞ്ഞിട്ട് വീഴും സാംസങ്. നീ അഹങ്കരിച്ച നിന്റെ പതനം നാട്ടുകാർ കാണിക്കും. ഞാൻ പറയേ വോളി കയറ്റി എടുത്തിട്ട് തറയിടും അടി എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഈ WWE മറ്റേ ചോക്ക് സ്ലാം ചെയ്യൂല അണ്ടർടേക്കർ, അമ്മാതിരി അടി അടിക്കും. നിന്റെ മറ്റേ ഗ്രീൻ ലൈൻ കൊണയൊക്കെ ഉണ്ടല്ലോ നിനക്ക് കിട്ടും. ഞാൻ പറയും ഞാൻ ഇനി ഈ സാംസങ്ങിന് ഒരു കിണ്ടി ഞാൻ ചെയ്യില്ല. ഈ S26 ഒക്കെ ഇറങ്ങട്ട് ചെയ്യണവന്മാർ ചെയ്യും, ഞാൻ ചെയ്യൂല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. അവന്മാർ എന്ന് നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് ഇറങ്ങണം, അന്ന് ഞാൻ നമുക്ക് നോക്കാം. ഞാനല്ലേ ചെയ്യൂല. ഇതാണ് പ്രതാപ് ജീട്ടക്ക് പ്രൊവോക്ഡ് ആയിട്ട് ആ വീഡിയോനകത്ത് ഷാസിനെ ഇമിറ്റേറ്റ് ചെയ്ത ആ ഒരു ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ. ഇതാണ് ഷാസ് ചെയ്ത വീഡിയോ. ഇത് ഷാസ് ഇതിനകത്ത് ബേസിക്കലി ഇപ്പോൾ ഷസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അറിയാം, മോസ്റ്റ് മെജോറിറ്റി വീഡിയോസിലും ഐഫോൺ എടുത്തിട്ട് അടിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറേ ആയിട്ട് സാംസങ്ങിൻ്റെ ഇഷ്യൂസ് അറിയാത്ത ആരാണ്? ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് സാംസങ്ങിൻ്റെ ഫോൺ എടുത്തിട്ട് മുമ്പി തെറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വരയുടെ പ്രശ്നം, പച്ച വര, പിന്നെ സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തെ ജാട, അങ്ങനത്തെ പല വിഷയങ്ങളും. പിന്നെ ഐഫോണിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരേ സ്ട്രീമിൽ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിൽ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇറക്കുന്ന ഒരു പാറ്റേണിലേക്ക് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പുകൾ മാറി. പിന്നെ അത് ഒന്നും മാറാത്ത അവസ്ഥയിൽ ഇപ്പോൾ S26 അൾട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക് റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ റിവ്യൂസ് അല്ല കേട്ടോ, ഓൾമോസ്റ്റ് ഇന്ത്യയിലെ പുറത്തൊക്കെ ടെക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മെയിൻ ലിസ്റ്റിലുള്ള കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഇവരുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു കോണ്ടൻ്റാണ് S26 അൾട്ര എന്ന് പറയുന്നത്. അതൊന്നാമത്തെ വിഷയം, ഇങ്ങനെ സാംസങ് ആളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ സാധനം ഒരു മാറ്റവും ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും കൊടുക്കാതെ ആളുകളുടെ എക്സ്പെക്റ്റേഷൻ അത്ര മീറ്റ് ചെയ്യാതെ ഇതിങ്ങനെ ഒരു ബ്രാൻഡ് ഒരു സാധനം ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് അവരുടെ എന്താ പറയുക ഒരു ദേഷ്യം വികാരം അറിയിക്കുക എന്നുള്ളതാണ് ടെക് റിവ്യൂവേഴ്സിൽ പലരും ചെയ്തിട്ടുള്ളത്. പലരും ഇങ്ങനെ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് S26 അൾട്ര. ഷാസിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനിൽ ഷാസ് പറഞ്ഞതും പ്രതാപ് ജീട്ടക്ക് പറഞ്ഞതും ബേസിക്കലി ഒരേ കാര്യമല്ലേ. സാംസങ് ഇങ്ങനെ പോയാൽ നിർത്തേണ്ടി വരും. സാംസങ് ഇങ്ങനെ ചെയ്ത ആൾക്കാർ ഊമ്പിക്കുന്ന പരിപാടിയാണ്. S26 അൾട്രയുടെ ആ ഒരു സംഗതി തന്നെയാണ് രണ്ടുപേരും കൺവേ ചെയ്തത്. പക്ഷേ ദ വേ ഓഫ് പ്രസൻറ്റേഷൻ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. ഷസാം കുറച്ചും കൂടി ഇപ്പോൾ എന്താ പറയുക സ്ട്രീറ്റ് സ്മാർട്ട് ലെവൽ കൈൻഡ് ഓഫ് റിവ്യൂവറാണ്. അയാളുടെ റിവ്യൂ ഇപ്പോൾ ഈ ഷസാമിൻ്റെ റിവ്യൂ കാണുമ്പോൾ തന്നെ ചിലർ വിചാരിക്കും അപ്പോൾ ഇത്രയും തീട്ട ഫോണാണിത്, മനസ്സിലായ എന്താണ് കാരണം എന്നുള്ളത് ഷാസ് പറയുമ്പോൾ
ഷാസ് ഇങ്ങനെ മറ്റേ അക്കമിട്ട് നിരത്തി കള്ളി വരച്ച് അതിൽ പ്രോ കോൺ എന്നൊക്കെ എഴുതി അതിനകത്ത് ഇത് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ മറ്റത് ഇങ്ങനെ ഈ ചിപ്പ് ഇങ്ങനെ പ്രൊസസ്സർ ഇങ്ങനെ അങ്ങനെ ഭയങ്കര എന്താ പറയുക ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയുന്നത് അല്ലാത്തത് കൊണ്ട് തന്നെ അതും കണക്റ്റ് ആവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു ഫോൺ വിറ്റില്ല. അപ്പോൾ ഷസാമിൻ്റെ വീഡിയോ കണ്ടിട്ട് S26 അൾട്ര എടുക്കാൻ പോകുന്ന ഒരാൾ പിന്മാറി വേറൊരു ബ്രാൻഡിലൊരു ഫോൺ എടുത്തു എന്ന് വിചാരിച്ചു, കമ്പനിക്ക് നഷ്ടമല്ലേ? എൻഡ് ഓഫ് ദ ഡേ ഓക്കെ കമ്പനി സാംസങ്ങിൻ്റെ കമ്പനി പൂട്ടി പോവോ സാംസങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് അവർക്ക് ഒരു ഫോൺ വിറ്റ് പോയില്ലെങ്കിലും അത് നഷ്ടമാണ്. കാരണം ആ പ്രൊഡക്റ്റ് അവർ ഇറങ്ങുന്നത് നാട്ടുകാരെടുക്കാൻ വേണ്ടിയിട്ടാണ്. റിവ്യൂ ചെയ്യുന്ന ഒരാൾ കണ്ടിട്ട് ആ സാധനം കൊള്ളൂല അല്ലെങ്കിൽ ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് അത് ആളുകൾക്ക് കൺവേ ആയിട്ട് ആളുകൾ 1-2 ആൾക്കാർ എടുക്കാതെ പോയാലും അത് കമ്പനിക്ക് വിഷയമാണ്. പിന്നെ ഇങ്ങനത്തെ വലിയ കമ്പനികൾ ഈ രീതിയിലുള്ള ടെക് റിവ്യൂസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കാറുണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ. കാരണം അവർക്കത് മാർക്കറ്റിൽ ഡെഫിനറ്റ്ലി അവർക്ക് അറിയാം ആ ഒരു റീജിയനിൽ ഏത് റീജിയനിലാണോ ഇതിനെക്കുറിച്ച് ഭയങ്കര നെഗ് കയറുന്ന ആ റീജിയനകത്ത് അതിൻ്റെ സെയിൽസ് കുറയും. പക്ഷെ ഷാസിൻ്റെ ഡെഫിനറ്റ്ലി വീഡിയോ കഴിഞ്ഞതിന് ശേഷം S26 അൾട്ര എന്ന് പറഞ്ഞുള്ളൊരു ഫോണ് എടുക്കാതെ ഡ്രോപ്പ് ചെയ്ത് എത്ര പേരുണ്ടാവും? ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് പ്രതാപും പറയുന്നത് എന്താ, ഞാൻ പ്രോസ് ആൻഡ് കോൺസ് പറയും, ഡെഫിനറ്റ്ലി അതിന് എന്ത് വിഷയങ്ങളുണ്ട് സാംസങ്ങിന്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഞാൻ ടെക് ചാനലായതുകൊണ്ട് ഞാൻ പറയും. ഞാനല്ലാതെ ഞാനിത് ചെയ്യേയില്ല എന്ന് ഞാൻ പറയും. അത് ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ്, അയാളുടെ കണ്ടന്റിൽ അയാൾ ഇത് കൊണ്ടുവരണോ വേണ്ടെന്നുള്ളത്. ഷാസിന് ഇനിയിപ്പോൾ സാംസങ്ങിൻ്റെ ഫോണുകൾ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഷാസ് ഒഴിവാക്കുന്നുള്ളത് ഷാസ് ഈ രീതിക്ക് പ്രസൻറ്റ് ചെയ്തു പോകും. അവിടെ വിഷയം എന്താ പറ്റിയത്? ഇപ്പോൾ എനിക്ക് പേഴ്സണലി പ്രതാപ് ചെയ്തതിൽ എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഇയാളെന്തെങ്ങനെ ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് ആ വേ ഓഫ് പ്രസൻറ്റേഷൻ മറ്റേ ഇരുന്ന് കളിയാക്കുന്ന രീതിയിലുള്ളൊരു ഐറ്റം അടിച്ച് വിട്ട് പ്രതാപ്. അത് പ്രതാപ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രതാപിന് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ആ കമൻറ്റിലിട്ട പോലെ ഹീസ് എ ജെൻറ്റിൽമാൻ, എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഷസാം ഇങ്ങനെ പറഞ്ഞു, ഷസാം ഒരു ടെക് ചാനലാണ്. അപ്പോൾ ഒരു ടെക് ചാനൽ ആവുന്ന സമയത്ത് നമ്മളെല്ലാ ഗാഡ്ജറ്റ്സും കൊണ്ടുവന്നിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം, അതിന്ന് ആൾക്കാർക്ക് നമ്മൾ അവയർനെസ് കൊടുക്കണം. അപ്പോൾ ഷാസ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ഇതൊരു കണ്ടൻറ്റിൻ്റെ ഹുക്കിന് വേണ്ടി നത്തിങ് ഫോണിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ S26 സാധനം എടുത്തുകൊണ്ടുവന്ന് അവിടെ ഷസാമിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഒരുമാതിരി മിമിക്രി കാണിക്കുന്ന മാതിരി കാണിച്ച് അതൊരു ഇൻഡയറക്ട്ലി ഇപ്പോൾ ഇത്ര ജെൻറ്റിൽമാനാണ് ഇത്ര ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അയാളെ പേരും പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു പോയാൽ പോരുന്നു. അതല്ലല്ലോ ചെയ്തത്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഐറ്റം ആയിരുന്നു പ്രതാപ് ആ ചെയ്തു വെച്ചത്. ഓക്കെ, ഷാസ് പിന്നെ ഈ സാംസങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം അറിയാമല്ലോ, സാംസങ്ങിന് കുറച്ച് കാലമായിട്ട് ഷാസ് ഇട്ട് കൊട്ടുന്നുണ്ട്. ദിവസം എന്നെ ഒരാൾ ഒരു റീല് ഞാൻ കണ്ട് കുറേ പേര് എന്നെ ടാഗൊക്കെ ചെയ്യണുണ്ട്. എനിക്ക് ആകെ പറയാനുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തും. ഞാനത് ചെയ്യാതിരിക്കുന്നത് എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഡ്രാമയും ഈ പറയുന്ന ഇതൊന്നും എനിക്ക് താല്പര്യം. ഒന്നാമത്തെ കാര്യം ടെക് ലോകത്തിലോട്ട് എനിക്കത് കൊണ്ടുവരാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ ചെയ്തത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അത് ഐ സ്റ്റിക്ക് ടു വാട്ട് ഐ സെഡ്. പക്ഷേ ഞാൻ ബഡ്സ് ഞാൻ ഒരിക്കലും ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളുടെ എതിരെയാണ്, അല്ലാതെ എനിക്ക് നിലപാട് പറഞ്ഞാൽ അതൊന്നുമില്ല. ഞാൻ സാംസങ്ങിനെ അങ്ങനെ അതെന്നല്ല പറഞ്ഞത്, സാംസങ്ങിൻ്റെ ബഡ്സൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കാര്യമാണ്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും വരില്ല. അവന്മാരെന്ന് ഇയർലി കോൺട്രാക്റ്റും മേടിച്ച് വെച്ചിട്ട് കാശും ഉണ്ടാക്കാൻ എനിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. സാംസങ് എത്ര പ്രോഡക്റ്റാണ് ഇറക്കണത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തലയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി, വേറെ ആരെയും പറയണം, എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ പ്രശ്നമാണ്. എന്തിനാണ് വെറുതെ ഈ നാട്ടുകാരെ ഇല്ലേ, എന്ത് ഒരു കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാനൽ പണ്ട് തൊട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിൽ നിന്നേനെ, എൻ്റെ കാര്യമായിട്ടും പറയണേന്. ഷാസ് ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലായി. ഷാസിനും ആ പ്രതാപിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ അത്യാവശ്യം സീനായിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ആവില്ല. ഇപ്പോൾ എത്ര അടുത്ത ഫ്രണ്ടാണെന്നുണ്ടെങ്കിലും അയാളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളതൊരു ദാറ്റ്സ് എ മാന്യത എന്നേ ഞാൻ പറയൂ. ഇത് അതിന് പകരം ഈ സംഗതി ഒരുമാതിരി ആളെ ഊക്കുന്ന രീതിയിൽ വന്നിരുന്ന് സംസാരിച്ചിട്ട് പോയിട്ട് എന്നിട്ട് ബേസിക്കലി പ്രതാപ് പറഞ്ഞത് ഒരേ കാര്യം, ഷാസ് പറയുന്നത് ഒരേ കാര്യം. പിന്നെ ഷാസ് പറഞ്ഞ രീതി കളിയാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ ചാനലിനേക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി എൻ്റെ ചാനലിലുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രതാപ് ചെയ്തൊരു ഗിമിക്ക് പോലെയാണ് എനിക്ക് ആ സാധനം പേഴ്സണലി ഫീൽ ചെയ്തത്. ഷാസിൻ്റെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷാസ് വന്നിരുന്ന് പറയണം ആ പ്രൊഡക്റ്റ് കൊള്ളു. ഇപ്പം ഞാനൊക്കെ ഫോണോ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഷാസിനെ വിളിച്ച് ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര ക്രെഡിബിലിറ്റി കൂടിയ ഒരാളാണ് ഈ ഫീൽഡിൽ ഷാസ് എന്ന് പറയുന്നത്.
ഒരു ട്രസ്റ്റാണത്. നമുക്ക് വീഡിയോ കണ്ട് അങ്ങനെ തുടങ്ങിയതല്ല. അല്ല എൻ്റെ വീടിനടുത്ത് ഉള്ളതോ അല്ലെങ്കിൽ എൻ്റെ മാമനോ മച്ചാൻ്റെ മോനൊന്നും അല്ല ഷാസ്. പക്ഷേ വീഡിയോ കണ്ട് ആ ഒരു ഫീൽ നമുക്ക് കിട്ടി. ഓക്കെ, ഈ മനുഷ്യൻ പറയുന്നത് ജെനുവിനാണ്, ഇത് ക്രെഡിബിളാണ്. അതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 2 വരിയും വരച്ച് അതിനകത്ത് പ്രോസ് ആൻഡ് കോൺസ് എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് ഫുൾ മാത്തമാറ്റിക്കൽ സാധനമൊക്കെ വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ ടെക്നോളജി വന്ന് വിവരിച്ച് പോണതോ അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടൊന്നും അല്ലല്ലോ. ഷാസ് വന്ന് വളരെ കൂളായിട്ട് ഇരുന്നിട്ട് ഇന്ന പ്രൊഡക്റ്റ് ഇന്ന പോലെയാണ്, അത് യൂസ് ചെയ്യാൻ ഈ രീതിയിലായിരിക്കും, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇതാ, ഹാർഡ്വെയർ ഇതാ, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വളരെ നമുക്ക് എവിടെ ആർക്ക് കേട്ടാലും കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു പ്രസൻറ്റേഷൻ വെച്ചതുകൊണ്ട് അയാൾക്ക് നല്ല ക്രെഡിബിലിറ്റി ആ ഒരു വേയിൽ കിട്ടി. ആ ക്രെഡിബിലിറ്റി തന്നെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത്. അതാണ് അത്ര ഈസി ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഷസാമിന് ഒരു 4 പ്രൊഡക്റ്റിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ എടുത്ത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ എടുത്തിട്ട് ആ ബ്രാൻഡ് ഒരു ടെക്കിൽ അങ്ങനെ കേട്ടോ, ഈ പെയ്ഡ് പ്രൊമോഷൻ ഏത് ബ്രാൻഡിൻ്റെയും കിട്ടും. ഓക്കെ, അതിൽ പ്രോയും പറയാം കോണും പറയാം, നല്ലതും പറയാം ചീത്തയും പറയാം എന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് അത് പ്രസൻറ്റ് ചെയ്തിട്ട് പോവാം. അല്ലാതെ ഈ പ്രൊഡക്റ്റ് കിട്ടി അപ്പം തന്നെ ഇരുന്നിട്ട് അതിന് ഫുള്ള് പോസിറ്റീവ് അടിച്ച് വിടണം, ആ കൈൻഡ് ഓഫ് സാധനമൊന്നുമില്ല. ഷാസിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സാംസങ്ങിൻ്റെ ഇഷ്ടം പോലെ പ്രൊമോട്ടേഴ്സ് ഉണ്ടാവും. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും പറഞ്ഞു, കുഴപ്പമില്ല. ഇതെന്താ ഷാസ് എന്താ പറഞ്ഞത്, അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് പോലും ഷാസ് എടുക്കുന്നില്ല. ഷസാം പറഞ്ഞത് ഈ പറഞ്ഞ നാട്ടിൽ ഈ സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സാംസങ്ങിൻ്റെ റീസെൻ്റ്ലി ഫോൺ എടുത്തിട്ട്, ഫ്ലാഗ്ഷിപ്പ് ഫോണും അതല്ലാതെ ബാക്കി ബേസ് മോഡൽസും ഒക്കെ എടുത്ത് ഊമ്പി തെറ്റി നടക്കുന്ന ഒരുപാട് പേര് എനിക്കും പേഴ്സണലി അറിയാം. സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആട്ടും തുപ്പും പരിഹാസവും പുച്ഛവും ഇഗ്നോറൻസ് ആണ് ലിറ്ററലി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ അറിയാത്ത വിഷയം ചെന്ന് ചോദിക്കുമ്പോഴൊന്നും ചിലതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പം ഈ ലൈൻ്റെ ഇഷ്യൂ എത്ര പേർക്ക് ഈ ലൈൻ്റെ ഇഷ്യൂ ഉള്ളത്. അപ്പം അങ്ങനത്തെയൊക്കെ വിഷയങ്ങളുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആസ് എ ടെക് റിവ്യൂവർ ആ ബ്രാൻഡ് ഇങ്ങനെ താഴെ പോരുകയാണ്. ആൾക്കാരെ എന്താ പറയുക ഊമ്പിക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ചുമ്മാ ഇറക്കി വിടുക, അതിന് കുറേ ഭയങ്കര കാശ് എന്താ ചെയ്യുക, അതേ കാശിന് ഇപ്പോൾ S26 അൾട്ര വാങ്ങുന്ന സെയിം പ്രൈസിന് നിങ്ങൾക്ക് സിമിലർ വേറെ ഒരുപാട് ബ്രാൻഡുകൾ അതിലേറെ സ്പെക്ക് കൂടി അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ബ്രാൻഡുകളും ഫോണുകളും ഉണ്ട്. അങ്ങനത്തെ ഒരു സമയത്ത് സ്റ്റിൽ ഓക്കെ, സാംസങ്ങിന് ആ ഒരു ബ്രാൻഡ് ഉള്ളത് കൊണ്ട് മാത്രം വിറ്റ് പോവുക എന്നുള്ളൊരു നിലയ്ക്ക് വിറ്റ് പോകുമ്പോൾ ആൾക്കാർ ഊമ്പിക്കാൻ നടക്കരുത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞതിനോട് അത് കളിയാക്കേണ്ട ആവശ്യം പ്രതാപിന് ഇത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കത് പേഴ്സണലി ഫീൽ ആയതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. സാംസങ്ങിനെ കുറിച്ച് വീണ്ടും ഷസാം പറഞ്ഞ 1-2 കാര്യങ്ങളോട് ഞാൻ ഇവിടെ വയ്ക്കാം. ഷാസ് മാത്രമല്ല കേട്ടോ, The base S26 and S26 Plus are not good deals anymore. The designs are basically unchanged. It's now $900 baseline. You can get a lot more phone for $900. That's why we're now getting this completely world-exclusive privacy display feature. This is James Bond-level tech. Do I look like James Bond to you? Do you think I've been waiting my entire life so that finally the stranger sitting next to me on the bus won't be able to see me trying to figure out which Shrek character are you? It's Donkey, by the way. That's it. I'm taking this. I want to show you exactly how, with cameras, for example, Samsung is falling behind. We were in the gym the other day. Do you remember? Hit that PB. Thought we looked pretty spicy. So we called in Drisha to take that photo and she got this on Samsung. In isolation, a pretty balanced photo. You wouldn't feel like you had anything to complain about. But then she took that same shot on a Chinese flagship, the Xiaomi 17 Ultra. And it's only when you do that that you realize what you're missing. Can't you see how the Xiaomi has more depth because of its larger sensor and just so much more real detail on the face, which looks a whole lot better than the over-sharpening that Samsung's tried to replace it with. സാംസങ് ഗാലക്സി S26 ഇറങ്ങിയിരിക്കുകയാണ്. S26, S26 Plus, S26 Ultra, S26 ഷള്ളി ഫോൺ, ഒരു മാറ്റവും ഇല്ല. എന്തൊരു അപ്പർച്ചറൊക്കെ കൂട്ടി പിന്നെ ഇരിക്കുന്നത് 2 നാനോമീറ്റർ. ആദ്യത്തെ 2 നാനോമീറ്റർ പ്രോസസ്സിങ്ങിൽ വരുന്ന Exynos 2600 ആണ് ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലിരിക്കുന്നത്. പവർ ചെയ്യാനായിട്ട് പിന്നെ അറിയാമല്ലോ, ഞാൻ ഒന്നും മിണ്ടല്ലോ കേട്ടോ, ഞാൻ മിണ്ടല്ലോ. എന്താ പറഞ്ഞാൽ ഞാൻ എന്തൊരോ പൈസ മേടിച്ചിട്ട് വന്ന് ഹേറ്റ് അടിക്കണമെന്നാണ് ഇവിടുത്തെ കുറേ സാംസങ് ഫാൻസ് പറയണം. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. എന്തിനാണെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ 89,000 രൂപ S26. എടാ ഇരിയുന്ന നമ്മുടെ iPhone 17 കൊള്ളാം, നിനക്കറിയൂ. iPhone 17 ഇസ് എ ബെറ്റർ ഫോൺ. അതിന് വെറും 75,000 രൂപയുള്ളൂ. റീസെയിൽ വാല്യൂയും കിട്ടും. ഈ പുല്ല് എനിക്ക് എന്തിനാ ആവട്ടെ. പിന്നെ എന്തിനാ 40ാമത്തെ സർവീസ് സെൻറ്റർ തുടങ്ങിയെന്ന് കൊച്ചിയിൽ, എടപ്പള്ളിയിൽ പുതിയ സർവീസ് സെൻറ്റർ. ഇതുവരെ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ പറ്റിയോ ഒന്നും ആരും മിണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ട്, ഇവിടെ എന്തിനും കൊന്തും അറിയാടെ S24 Ultra എന്തിനുടെ
മൊത്തരോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ പറയണേ, എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യം, നീയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ച, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയണം, മേടിച്ചോളി. പക്ഷെ ഗ്രീൻലാൻഡ് വരുമ്പം ഇങ്ങോട്ട് വരല്ലേ. അത് ഈ പേജ് ഇവിടെ കാണും. നിങ്ങൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, കാണട്ടെ, വെയിറ്റ് ചെയ്തിട്ട്. പിന്നെ ഇതാണ് പല കണ്ടന്റുകളിലായിട്ട് ഷാസ് ഈ പറഞ്ഞ സാംസങ്ങിൻ്റെ ബേസിക് ഇഷ്യൂസ്, ഇതൊക്കെ ബേസിക് ഇഷ്യൂ എന്നാണ് പറയേണ്ടത്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ റെഗുലറായിട്ട് കാണുന്ന ഒരുപാട് ചാനൽസിനകത്ത് ഇതേപോലെ ഇതിൻ്റെ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി വന്നിട്ട് അയാളുടെ ചാനലിൽ അയാളുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ അങ്ങനെ ആണ് എന്നുള്ളത് അയാൾക്കത് മാറ്റി വെച്ച് ഭയങ്കര എന്താ പറയുക, ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഫോം ചെയ്ത് അതൊരു പേപ്പറിൽ എഴുതി അതൊരു സ്ക്രിപ്റ്റാക്കി അങ്ങനെയൊക്കെ ചെയ്തു പോകാൻ താല്പര്യം ഇല്ലാത്തൊരു ചാനലാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഓൾറെഡി അറിയാം ഷാസിൻ്റെ ചാനൽ എങ്ങനെയാണ് വേ ഓഫ് പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത്. അതെടുത്ത് വെച്ച് ആ ഒരു എന്താ പറയുക ബോഡി മാനറിസും ആ പ്രസൻറ്റേഷൻ്റെ ആ ഒരു സംഗതി എടുത്ത് വെച്ച് അത് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ പേര് പോലും പറയാതെ, പേര് പറയണമെന്നില്ല, ഒക്കെ അയാളുടെ താല്പര്യമാണ്, പ്രതാപിൻ്റെ താല്പര്യമാണ് പേര് പറയണ വേണ്ടതുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഷാസ് ചെയ്തു അതേ കാര്യം തന്നെയാണ്. ഞാൻ അതാ കോമഡി ആയത്. ഞാൻ ഈ പ്രതാപ് പറഞ്ഞത് കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായത് എന്താ, ഞാനിതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഡെഫിനറ്റ്ലി ദിസ് ഹാവ് എന്താ പറയുക ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഈ വിലയ്ക്ക് ഇത്രത്തോളം എന്താ പറയുക സ്പെക്ക് താഴെയുള്ള അല്ലെങ്കിൽ ഒരേ സ്പെക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന സാംസങ്ങിൻ്റെ ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് സാധനങ്ങൾ, ഫ്ലാഗ്ഷിപ്പിൽ എല്ലാത്തിനും ഞാൻ പറയുന്നില്ല, ഈ ഒരു സാധനം ഈ S24, 25, 26 എന്ന് പറഞ്ഞു പോകണം ഈ ഒരു ഐറ്റം, ഇത് ഷാസ് പറഞ്ഞതിലേക്ക് തന്നെ പ്രതാപ് വന്ന് എത്തിയിട്ട് ലാസ്റ്റ് ഇതൊരുമാതിരി എന്താ പറയുക ആ ചാനലിൽ അത് നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പോകുന്നത്, പക്ഷേ എൻ്റെ ഇതിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അത് എപ്പോഴും ഇതാണ് ഈ റിയാക്ഷൻ ചാനലുകളിലും ഈ സാധനം പറ്റിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഒരേ നീഷിനകത്തിരുന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും. ഇത് ആ ഒരു എന്താ പറയുക മാറ്റർ ഇല്ല അതിനകത്ത്. പക്ഷേ വേറൊരാളുടെ ഇപ്പോൾ അവൻ്റെ പ്രസൻറ്റേഷനേക്കാൾ നല്ലത് എൻ്റെ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ഇത് കാണേണ്ടത് തീരുമാനിക്കേണ്ടത് വ്യൂവേഴ്സാണ്, ആരുടെ പ്രസൻറ്റേഷൻ കാണും. അപ്പോൾ ഒരേ സാധനത്തിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക പേഴ്സ്പെക്റ്റീവ്സ് കിട്ടാൻ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പോൾ നാളെ ഒരു കാർ ഇറങ്ങി, ഓക്കെ, XYZ ബ്രാൻഡിൻ്റെ ഒരു കാർ ഇറങ്ങി. ഞാൻ ആ കാറിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എനിക്ക് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്, ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യുന്നതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാനലിൽ റിവ്യൂസ് ഇരുന്ന് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ എന്ത് തീരുമാനിക്കുന്നത്, എൻ്റെ ഓഫ് ഡേ ആ കാറ് വേണോ വേണ്ടേ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടൊക്കെ ആരെങ്കിലും എടുക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഫോണിൻ്റെ കേസിലും അത്രേ ഉള്ളൂ. പ്രതാപിൻ്റെ ചാനൽ കണ്ടിട്ട് അതിൽ നിന്ന് ഈ പറയുക വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുന്ന ആളുകളുണ്ടാവും. അത് കണ്ടതിന് ശേഷം നേരെ ഷാസിൻ്റെ അവിടെ ഇപ്പോൾ മൂവി റിവ്യൂ ഇറങ്ങിയാൽ അങ്ങനെയല്ലേ, ഓരോ ചാനലിൽ എന്തൊക്കെ ആരൊക്കെ പറയുന്നു നോക്കും, എന്നിട്ട് ടോട്ടലി ഈ കാണുന്ന വ്യക്തി ഒരു കളക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കും. ഓക്കെ, ഇത് കൊള്ളാമായിരിക്കും, അല്ലെങ്കിൽ ഇത് എനിക്ക് കൊള്ളാമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടാത്തൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇത്രയും ആൾ പറയുമ്പോൾ അങ്ങനെ അതൊരു കളക്റ്റീവ് സാധനമായിട്ട് ആളുകൾ എടുത്തോളൂ. അല്ലാതെ നിങ്ങൾ വന്ന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ ഗുഡ്, ബാക്കിയുള്ളവർ മറ്റേ അങ്ങനെ പറയേണ്ട, അല്ലെങ്കിൽ പറയാം വളരെ മാന്യമായിട്ട് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, എനിക്കതിൽ എതിരെ അഭിപ്രായമുണ്ട്. അല്ലാതെ അയാളുടെ മാനറിസം, അയാളുടെ ബോഡി ലാംഗ്വേജ് എടുത്തു കൊണ്ടുവന്ന് അത് ഒരുമാതിരിയായി ഗംഗെന്ന് പറഞ്ഞ് പോണത് അതെന്താ പറയുക ഇപ്പോൾ നമ്മളും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗ്രാവിറ്റിയിലുള്ളൊരു വിഷയമായിരിക്കും. മനസ്സിലായില്ലേ? ഇത് ഈ ബ്രാൻഡിനെ പറയുമ്പോഴത്തേക്ക് അപ്പുറത്താക്ക് എന്തിനു കൊള്ളണം എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. സാംസങ് ഇറക്കിയൊരു ഫോണിനെയോ ഇപ്പോൾ ഷാസ് വന്നിട്ട് സാംസങ്ങിൻ്റെ ഈ പറഞ്ഞ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ രീതിയിലാണെന്നുള്ളത് നിങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന അതേ രീതിയിലാവണമെന്നുണ്ടല്ലോ, അങ്ങനെയില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ സംഗതി എടുത്തു വെച്ച് ചെയ്തപ്പോൾ ഒരുമാതിരി എനിക്കൊരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടായി. കാരണം ഞാൻ ഈ രണ്ട് ചാനലും കാണുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ രണ്ട് ചാനലും ഞാൻ കാണാറുണ്ട്. രണ്ട് ചാനലിൽ നിന്നും ഞാൻ ഒരേ പ്രൊഡക്റ്റിൻ്റെ രണ്ട് പോയിൻ്റ് ഓഫ് വ്യൂ അവരുടെ പ്രസൻറ്റേഷനൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ കാണുന്നൊരു വ്യൂവർ ആയതുകൊണ്ട് ഇതൊരു അൺവാണ്ടഡ് സാധനമായിട്ട് ഒരു എന്താ പറയുക ഒരു അടിക്കൊരു സ്പാർക്ക് ഇട്ട് കൊടുത്തു പോകുന്ന പോലത്തെ ഒരു ഐറ്റം ഫീൽ ചെയ്തു എനിക്ക്. ഷാസ് ഡെഫിനറ്റ്ലി ഇത് ടേക്കപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഷാസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് എനിക്ക് എടുക്കേണ്ട കാര്യമില്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയടേ എന്നുള്ള രീതിക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഗതി നമ്മളെ ടെക് റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ എനിക്കൊന്നും അത്ര വലിയ ക്ലാഷൊന്നും നടന്നിട്ടില്ല മലയാളത്തിലെ ടെക് ചാനൽസിൻ്റെ ഇടയിൽ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു മേജർ വിഷയങ്ങളോ അല്ലെങ്കിൽ സംഗതികളോ. ഇതിപ്പോൾ കണ്ട സമയത്ത് ഒരു വെറുതെ ഒരു ക്ലിക്ക് ബൈറ്റിന് അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഒരു ക്യാച്ചിന് വേണ്ടിയിട്ട് ചെയ്തൊരു ഐറ്റം പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല.